ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. നിന്നെ കൈവിടാൻ ദൈവത്തിനാവില്ല ഒരിക്കലും. കളരിക്കൽ തറവാടിന്റെ ശാപം തീർക്കാൻ ദൈവം അയച്ച പെൺകുട്ടിയെ നീ. ഈ കുടുംബത്തിന് വേണ്ടി ഗാഥ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. അതിന്റെ പ്രതിഫലം തിരിച്ചു കൊടുക്കാനുള്ള ബാധ്യത എനിക്കുമില്ലമ്മേ. ഈ കുടുംബത്തിന് അവള് തരുന്നത് സ്നേഹമാ. അതേ സ്നേഹം നീ അവൾക്ക് തിരിച്ചു കൊടുത്താ മതി. എന്നാ പിന്നെ കടം വരില്ല അല്ലേ അമ്മേ? സാറിനിപ്പോ ഗാഥമാർത്തുള്ള സ്നേഹം അത്രയ്ക്കല്ലേ അല്ലേ സാറേ? സർപ്പബലി നടക്കുന്ന സ്ഥലത്ത് വെച്ച് കൃഷ്ണമോളുടെ ജീവന് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ച അതിന്റെ പേരിൽ മാഡം കണ്ണീരൊഴുക്കേണ്ടി വരും. മാഡത്തിനെ സ്നേഹിച്ച, മാഡം തിരിച്ചു സ്നേഹിച്ച ആ പഴയ ശാന്തിയുടെ വാക്കുകളായത്. മാം, ഭക്ഷണം കഴിക്കണ്ടേ? എനിക്കിപ്പോ വേണ്ട സിനി. അവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ മാമിന്റെ മനസ്സില്. കൃഷ്ണയെക്കുറിച്ച് ഞാൻ നല്ല വാക്കുകൾ പറഞ്ഞപ്പോഴൊക്കെ മാം അത് ഇഷ്ടപ്പെടാതെ തള്ളിക്കളഞ്ഞു. പക്ഷെ മാം ഒന്ന് ആലോചിച്ച് നോക്കി, ഇക്കാലത്ത് ഏതെങ്കിലും ഒരു പെൺകുട്ടി സ്വന്തം അമ്മയ്ക്ക് വേണ്ടി ഇത്രയൊക്കെ ചെയ്യാൻ തയ്യാറാവൂ? എനിക്ക് ജീവിക്കണ്ട, പകരം എന്റെ അമ്മ ജീവിച്ചാ മതിയെന്ന് പറയുന്ന എത്ര പെൺകുട്ടികളുണ്ടാവും നമ്മുടെ ഈ ലോകത്ത്? ശരിയാണ്, മാമിന്റെ കൂടെ നിന്ന ആ സ്ത്രീ മാമിനെ വഞ്ചിച്ചു. ഭർത്താവ് മാമിനെ ഉപേക്ഷിച്ചു. അതിനൊക്കെ അവരെയല്ലേ ശിക്ഷിക്കേണ്ടത്? അവരുടെ മകളായി ജനിച്ചു പോയതുകൊണ്ട് ആ ശിക്ഷ കൃഷ്ണ ഏറ്റുവാങ്ങണമെന്ന് പറയുന്നത് ശരിയാണോ? മാഡത്തിനോട് ചോദ്യം ചോദിക്കാനുള്ള ധൈര്യം സത്യത്തിൽ എനിക്കില്ലായിരുന്നു. ചിലപ്പോഴൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് കൃഷ്ണയുടെ കാര്യം പറയുമ്പോ മാമിന്റെ കണ്ണ് നിറയുന്നത്. അത് സത്യമാണെങ്കിൽ, എപ്പോഴെങ്കിലും കൃഷ്ണയോട് ഒരു ഇഷ്ടം മാമിന് തോന്നിയിട്ടുണ്ടെങ്കിൽ അവളുടെ ജീവിതം ഇല്ലാതാക്കല്ലേ മാം? സിനി, ഞാൻ ചെയ്തത് വലിയൊരു തെറ്റാണ്. എന്തും വില കൊടുത്ത് വാങ്ങിക്കാവുന്നുള്ള അഹങ്കാരം. ഞാനും എന്റെ മകളും അല്ലാതെ മറ്റാർക്കും പ്രാധാന്യം കൽപ്പിക്കില്ലാന്നും തല കുനിക്കില്ലാന്നുമുള്ള വിശ്വാസം. അങ്ങനെ അങ്ങ് പറ്റിപ്പോയതാണ്. തെറ്റ്, വലിയ തെറ്റ്. പക്ഷെ ഇന്നിപ്പോ വലിയ തെറ്റ് തിരുത്താൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാൻ. സിനി, ഞാൻ എന്താ ചെയ്യണ്ടേ? മാം, എല്ലാവരും കൺമുന്നിൽ വന്നു നിന്ന് ചോദ്യങ്ങൾ ചോദിച്ചോണ്ടേയിരിക്കുക. എന്റെ മോള്, ശാന്തി, കൃഷ്ണ, നീ, എല്ലാവർക്കും ചോദ്യങ്ങളുണ്ട്. പക്ഷെ മറുപടി പറയാൻ സിതാര മാത്രമേ ഉള്ളൂ. എന്റെ ഉള്ളെന്താന്ന് ആർക്കെങ്കിലും അറിയോ ഈ കൂട്ടത്തില്? എനിക്ക് കരയാൻ അറിയോ, ചിരിക്കാൻ അറിയോ? അതാർക്കെങ്കിലും അറിയോ? സിതാരക്കൊരു വിളിപ്പേരുണ്ടല്ലോ, അയൺ ലേഡി. അപ്പോ സിതാരക്കൊരു സാധാരണ വികാരമൊക്കെ എവിടെ നിന്നുണ്ടാവാനാ അല്ലേ? അങ്ങനൊരു ജന്മമായി പോയി എന്റേത്. മനസ്സിന്റെ കടുപ്പത്തിന് ഉദാഹരണം പറയുന്ന ഒരു ജന്മം. അതാണ് സിതാര. സിനി കഴിച്ചിട്ട് കിടന്നോളൂ.
ഇതുവരെ മോള് വ്രതം അനുഷ്ഠിച്ച രീതിയും പരിപാലിച്ച ശുദ്ധിയിലും ഒക്കെ നാഗദൈവങ്ങൾ പരിപൂർണ സംതൃപ്തരാണ്. ഇനി സർപ്പബലി കൂടി ഭംഗിയായിട്ട് കഴിഞ്ഞു കിട്ടിയാ ഏറ്റവും ഉത്തമമായിരിക്കും. അതിനുവേണ്ടി മോള് പ്രാർത്ഥിക്കണം. ഈ സർപ്പബലി അവസാനിക്കുമ്പോ ഞാൻ ജീവനോടെ ഉണ്ടാവും മുത്തശ്ശി. എന്റെ മോക്ക് ഒന്നും സംഭവിക്കില്ല. മുത്തശ്ശി അങ്ങനെ പറയുമ്പോ ആശ്വസിക്കണമെന്നുണ്ട്. പക്ഷെ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ സർപ്പബലിക്ക് എത്തുന്ന നാഗങ്ങള് കനിഞ്ഞില്ലെങ്കിൽ മോളെ അരുത്. ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾ നിനക്കുണ്ട്. നവീന്റെ, അവന്റെ അമ്മയുടെ, ഈ മുത്തശ്ശിയുടെ. ഈ കുടുംബത്തിൽ നല്ല മനസ്സോടെ ചിന്തിക്കുന്ന എല്ലാവരുടെയും പ്രാർത്ഥന നിനക്കുണ്ട്. അതിനൊക്കെ മുകളിലെ നിന്നെ സ്നേഹിക്കുന്ന നിന്റെ പെറ്റമ്മയുടെ ആ പ്രാർത്ഥനകളൊക്കെ ഇല്ലാതാക്കിക്കൊണ്ട് ഒരിക്കലും എന്റെ മോൾക്കൊന്നും വരുത്തില്ല. അഥവാ സർപ്പബലിക്കിടയില് എനിക്ക് എന്തേലും പറ്റിപ്പോയാ മുത്തശ്ശി എനിക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യോ? എന്താ? എന്റെ അമ്മയെ കൈവിടരുത്. ഞാൻ ഇല്ലാതായാല് ഈ വലിയ ലോകത്ത് അമ്മ തനിച്ചായി പോവും. അമ്മയെ ആശ്വസിപ്പിക്കണം, കൂടെ ചേർത്ത് നിർത്തണം. എന്റെ അമ്മയ്ക്ക് വേറെ ആരുമില്ല. ആർക്കും ഒന്നും സംഭവിക്കില്ല മോളെ. കളങ്കമില്ലാത്ത ഭക്തി ഇന്ന് വരെ തോറ്റിട്ടില്ല. അതിനു മുമ്പേ കണ്ണു തുറക്കാത്ത ദൈവങ്ങളില്ല. മുത്തശ്ശിയുടെ ജീവിതത്തിലെ ഇന്നോളം നിന്നേക്കാൾ ഭക്തിയുള്ള ഒരാളെയും മുത്തശ്ശി ഇതുവരെ കണ്ടിട്ടില്ല. നിന്നെ കൈവിടാൻ ദൈവത്തിനാവില്ല ഒരിക്കലും. കളരിക്കൽ തറവാടിന്റെ ശാപം തീർക്കാൻ ദൈവം അയച്ച പെൺകുട്ടിയെ നീ. നിന്നെ കാത്തുരക്ഷിക്കാൻ പറ്റിയില്ലെങ്കിൽ എല്ലാവരുടെ ജീവിതവും പിന്നെ മരണത്തിന് തുല്യമാ.